അങ്ങനെ വെച്ചാവരെ മണാലി ഫുള്ള് മുട്ടൻ സ്നോ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് പോകുന്ന വഴിയും കണ്ട. അങ്ങനെ നമ്മള് ഇറങ്ങി ഇപ്പൊ പോകുന്ന വഴിയാണ് കേട്ടോ, അപ്പൽത്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടി. ഇപ്പൊ മണാലിയിൽ എല്ലായിടത്തും നല്ല സ്നോ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന ആ മലയുടെ താഴത്തുനിന്ന് മുതൽ മേളിൽ വരെ ഫുള്ള് സ്നോ ആയിട്ട് കിടക്കണേ. അപ്പൊ നമ്മള് പോകുന്ന വഴിയൊക്കെ കണ്ട. അപ്പൊ വഴി എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ചാലിന്റെ സൈഡിൽ കൂടി ഉള്ളതാണ്. അപ്പൊ ഏകദേശം ആ ചാല് നോക്കിയിട്ട് വേണം നമുക്ക് നടന്ന് നടന്ന് മേളിലേക്ക് എത്താനായിട്ട്. വഴിയൊക്കെ തെറ്റി പോകാൻ പറ്റൂല. ഹെവി സ്നോ എന്ന് പറഞ്ഞാൽ ഹെവി സ്നോ വേണ്ട. അങ്ങനെ നമ്മളിപ്പോൾ 1.5 കിലോമീറ്റർ ഇപ്പോൾ ആപ്പിൾത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നടന്നിപ്പോൾ മേളിൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് എല്ലാ വീടും അതുപോലെ തന്നെ വഴിയെല്ലാം മഞ്ഞുകൊണ്ട് മൂടിക്കണേ. നമ്മുടെ ഷൂസൊക്കെ കണ്ട ഫുള്ള് താന്ന്, അതുപോലെ തന്നെ ഫുള്ള് മഞ്ഞാണ്. ഫുള്ള് കാല് ഫ്രീസാണ്, കൈ ഫ്രീസായി. മഴയും പെയ്യുന്നുണ്ട് ഇപ്പോൾ നല്ലോണം. അത് കാരണം ഭയങ്കര തണുപ്പാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റോട്ടിലേക്ക് എത്തിയിട്ടാ. റോട്ടിലേക്ക് എത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണ്, റോഡ് ഫുള്ള് മൂടിയിട്ടുണ്ട്. അപ്പോൾ മണാലിയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ സ്നോ മാറാണ്ട് നോർമൽ ട്രാൻസ്പോർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ റോട്ടിൽ കൂടി നടക്കാനൊന്നും പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഫുള്ള് ഫ്രീസായിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടെങ്കിൽ അത് കഴിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട്. ഇതാണ് അവസ്ഥ. അങ്ങനെ തണുത്ത് പറഞ്ഞ് ഓടി വന്നിട്ട് നമ്മളിപ്പോൾ നേരെ തന്തൂർ റൂമിലോട്ട് കയറിയിട്ട് ഫുള്ള് സോക്സും എല്ലാം നനഞ്ഞു പോയേക്കണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോക്സൊക്കെ ഊരിയിട്ട് ഇവിടെ ചൂടുകൊണ്ടിരിക്കണം. വന്നപ്പോൾ തന്നെ വിറകൊക്കെ എടുത്ത് തന്തൂർ വന്നിട്ട് തന്തൂർ കത്തിച്ച്. ഇനി തന്തൂർ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനകത്ത് തന്നെ ഇരിക്കാം, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. പുറത്തുള്ള കാഴ്ചയും കണ്ട. അടച്ച് ഞാൻ അടിയിലാണ് ഒരു കണക്കിനാണ്ട് പുറത്തോട്ട് തിരിച്ചു വന്നത്. നമ്മളൊട്ടും വിചാരിച്ചില്ല ഇത്ര അവസ്ഥ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഈ സീസണിലെ ഏറ്റവും കട്ടിയായിട്ടുള്ള സ്നോഫോളാണ് ഇന്ന് പെയ്തത്. പിന്നെ ഇപ്പം ഇന്ന് കറണ്ട് ഇല്ല, അതുപോലെ തന്നെ നെറ്റ്വർക്കൊന്നും ഇല്ല. നമ്മളാണെങ്കിൽ കുറച്ച് ഫുഡ് വെക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി തന്തൂറിൽ ഇന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി എപ്പോഴാണ് ഈ മഞ്ഞൊക്കെ മാറണം അന്നേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം വീണ്ടും നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നോക്ക്. അങ്ങനെ ഒന്ന് മാർച്ച് 2-ാം തീയതി ആണ്. മാർച്ച് 2-ാം തീയതി ഇപ്പൊ സമയം തന്നെ 7 മണി കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്ന്. 27-ാം തീയതി പോയതാ കറണ്ട്. അന്ന് നമ്മളെ രാത്രിയൊക്കെ ഇപ്പോൾ ഫോൺ ഓഫായി പോയിട്ട് പിന്നെ നമുക്ക് ചാർജ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഗോപ്രോന്റെ ബാറ്ററി പിറ്റേ ദിവസം തീർന്ന് 28-ാം തീയതി. പിന്നെ 1, 2 ഇന്ന് വരെ നമ്മൾ ഫുള്ള് ഈ തന്തൂർ റൂമിന്റെ ഉള്ളിലായിരുന്നു കേട്ടോ. അപ്പോൾ കറണ്ട് വന്നപ്പോഴേക്കും റെഡി ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്ത് ഹീറ്ററൊക്കെ വെച്ചിട്ട് ഇനി അവിടെ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ പുറത്തത്തെ കാണിച്ചു തരാട്ടെ. 2 ദിവസം വെയിൽ വന്നിട്ട് വരെ ഇപ്പോഴുള്ള അവസ്ഥ ഇത്ര സ്നോ ഉണ്ട്. ഇനി ഞാനൊക്കെ ഏകദേശം ഇവിടെയൊക്കെ ഫുള്ള് സ്നോ ആയിരുന്നു. ഇനിയും കുറേ പോകാനുണ്ട്. അങ്ങനെ 2 ദിവസം ഫുള്ളായിട്ട്, 2 ദിവസത്തിൽ കൂടുതലായി. നമ്മൾ ഏകദേശം ഒരു 3 ദിവസം അടുത്താവാറായി. ഫുള്ളായിട്ട് കറണ്ടൊന്നും ഇല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. നമ്മൾ തന്തൂർ റൂമിൽ തന്തൂറും കത്തിച്ച് ഭക്ഷണങ്ങളൊക്കെ കുക്ക് ചെയ്ത് അതും കഴിച്ച് ഫുള്ള് കറണ്ട് വരാൻ വേണ്ടി അതുപോലെ തന്നെ മഞ്ഞ് മാറാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നാളെ ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള ബസ്സൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇന്ന് മുതൽ. അപ്പോൾ നാളെ നമുക്ക് ഇനി ഇവിടെ നിന്ന് നേരെ ജെറിയിലേക്ക് പോകണം. ജെറിയിൽ പോയിട്ട് ജെറിയിൽ നമ്മുടെ ലഗേജൊക്കെ ഉള്ളത് ഇനി അവിടെ നിന്ന് അടുത്ത യാത്ര വീണ്ടും അവിടെ നിന്നായിരിക്കുള്ളൂ.